ഹായ് ഗൈസ്, അപ്പം ഞാൻ എന്താ ചെയ്തുകൊണ്ടിരിക്കണമെന്നല്ലേ, നമ്മുടെ ആലു പൊറോട്ടയ്ക്ക് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പാട്ടോ. അപ്പോൾ എനിക്ക് തോന്നി വേഗം ഒന്ന് വീഡിയോ എടുത്തിട്ട് നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാമെന്ന്. ഇതിലിപ്പോൾ ഞാൻ മസാല ഉണ്ടാക്കിയ ഭാഗമൊന്നും ഞാൻ എടുത്തില്ല, അത് വലിയ കാര്യമൊന്നുമില്ല. ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ സബോളയും പച്ചമുളകും കൂടിയിട്ടിട്ട് നന്നായിട്ട് ചോപ്പറിനകത്ത് ഇട്ടിട്ട് ചോപ്പ് ചെയ്തെടുത്തിട്ട് ഓയിലൊഴിച്ച് ഒന്ന് മൂപ്പിച്ചെടുത്ത് അതിലേക്ക് മസാല കുറച്ച് ആഡ് ചെയ്ത് കൊടുത്തു. ഞാൻ മസാല അധികം ഒന്നും ആഡ് ചെയ്യാറില്ല. നമ്മുടെ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, പിന്നെ നമ്മൾ ഉടച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ഉടച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ഉരുളൻകിഴങ്ങും കൂടി ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഇതാണ് ടിപ്പായിട്ട് എനിക്ക് തോന്നിയതും നിങ്ങളെ കാണിക്കണമെന്ന് തോന്നാനുള്ള കാരണം വളരെ എളുപ്പത്തിൽ ചെയ്യാം. നമുക്ക് ഒരു ബുദ്ധിമുട്ടില്ല, വേറെ പൊടിയോ കാര്യങ്ങളൊന്നും ആഡ് ചെയ്യേണ്ട. പരത്തി എടുക്കുമ്പോൾ നന്നായിട്ട് നമ്മുടെ ഒരു കവറില്ലേ, സാധാരണ പൊളിത്തീൻ കവർ നമുക്ക് കടയിൽ നിന്ന് കിട്ടുന്നത്, അത് നന്നായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം കൗണ്ടർ ടാപ്പിൻ്റെ മുകളിലേക്ക് ഇട്ട് കൊടുത്തു. അത് കട്ട് ചെയ്തെടുത്തു നടുഭാഗത്തു നിന്ന്. ഇനി അതിനെ ഫുള്ളും വിരിച്ചിട്ടിരിക്കുകയാണ്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഒരു ഉരുള ഉരുട്ടി എടുത്തിട്ട് അതിൻ്റെ അകത്തേക്ക് നമ്മുടെ ഫില്ലിങ് കൂടി വെച്ച് കൊടുത്ത് അടച്ചിട്ട് നമുക്ക് മറ്റേ കവർ അതായത് ഈ വസ്തുക്ക് ഈ കവറും കൂടി മടക്കിയിട്ട് കൈ അതിൻ്റെ പുറത്തു കൂടെ, കവറിൻ്റെ പുറത്തു കൂടെ വെച്ചിട്ട് ഇങ്ങനെ വലിച്ചെടുത്താൽ മതി. നല്ല ഷേപ്പിൽ കിട്ടും. ഇതിപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഒരു കയ്യെ കാണിക്കാൻ പറ്റണുള്ളൂ, മറ്റേത് പറ്റുന്നില്ല. ഞാൻ മറ്റേ മൊബൈൽ പിടിച്ചിരിക്കുകയാണ്. കാരണം എൻ്റെ മൊബൈൽ സ്റ്റാൻഡ് ഇവിടെ കുട്ടികൾ വന്നിട്ട് എന്തൊക്കെയോ അവരെടുത്ത് വെച്ചൊക്കെ നോക്കിയിട്ട് ആകെ പോയി കിടക്കണം അല്ലെങ്കിൽ. അപ്പോൾ ഇപ്പം എൻ്റെ മൊബൈൽ വയ്ക്കുമ്പോൾ അത് ഇരിക്കണില്ല, അതാകെ അങ്ങനെ വീഡിയോയിലും കാര്യങ്ങളൊക്കെ. അപ്പോൾ നീ ഒന്ന് ശരിയാക്കാൻ നോക്കണം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ കയ്യിൽ പിടിച്ചിട്ടാണ് എടുത്തത് കൊണ്ടാണ് ഈ ബുദ്ധിമുട്ടിട്ട്, അല്ലെങ്കിൽ നല്ല ഷേപ്പിൽ നല്ല ഭംഗിയിലും കിട്ടും. അപ്പോൾ ഇതൊരെണ്ണം എന്തായാലും ഞാൻ ഇടുന്നത് കാണിക്കുന്നുണ്ട് പാനിൽ. അതും കൂടി ചുട്ടെടുത്ത് ബാക്കി ഞാൻ ചുട്ടതിന് ശേഷം കാണിക്കാം. വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാവരും ചെയ്ത് നോക്കിയോളൂ. ഞാൻ ഇത്രയും എളുപ്പമായതുകൊണ്ടാണ് കാണിക്കണത്. ഒരു ബുദ്ധിമുട്ടില്ല, ഞാൻ പൊടിയോ കാര്യങ്ങളൊന്നും ആഡ് ചെയ്യേണ്ട. പക്ഷേ എണ്ണ തടവാൻ മറക്കരുത്, അതാണ് മസ്റ്റ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയോളൂ. ബൈ ബൈ, ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.